ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു യു. ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് ഒരു ഇന്റർവ്യൂവിന്റെ ഗ്രൂമിംഗ് സ്റ്റാൻഡേർഡ് അല്ലെങ്കിൽ ഒരു ഇന്റർവ്യൂവിന് നമ്മൾ പോകുമ്പോൾ ക്യാബിൻ ക്രൂ ആണെന്നുണ്ടെങ്കിലും ഗ്രൗണ്ട് സ്റ്റാഫ് ആണെന്നുണ്ടെങ്കിലും ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പോകുമ്പം കുറച്ച് ഗ്രൂമിംഗ് സ്റ്റാൻഡേർഡ്സ് ഉണ്ട്. അല്ലെങ്കിൽ നമ്മൾ പോകേണ്ട ഒരു കാഷ്വൽ രീതിയിൽ നമുക്ക് പോകാൻ പറ്റില്ലല്ലോ. അപ്പോൾ ആ കുറച്ച് സ്റ്റാൻഡേർഡ്സ് ഓഫ് ഗ്രൂമിംഗ് ആണ് സംസാരിക്കാൻ പോകുന്നത് കേട്ടോ. ഇന്റർവ്യൂവിന് പോകുമ്പോൾ എപ്പോഴും ഒരു ഷർട്ട്, അതായത് ഒരു ഹാഫ് സ്ലീവ് അല്ലെങ്കിൽ ഒരു 3-4 ലെങ്ത്, പക്ഷെ ഒരു ഹാഫ് സ്ലീവ് ആയിട്ടുള്ള ഒരു ഷർട്ട് ഇടുന്നതായിരിക്കും കൂടുതൽ നല്ലത്. അതും ഒരുപാട് ബ്രൈറ്റ് ആയിട്ടുള്ള ഭയങ്കര അട്രാക്റ്റീവ് ആയിട്ടുള്ള കളേഴ്സും ഒരുപാട് പ്രിന്റോ അല്ലെങ്കിൽ വർക്കോ ഒന്നും വരാത്ത വളരെ പ്ലെയിൻ ആയിട്ട് ആൻഡ് നീറ്റ് ആയിട്ടുള്ള ഒരു ലൈറ്റ് കളർ ഷെയ്ഡ് യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. അതുപോലെ തന്നെ ഇനി അതിൻ്റെ ഫിറ്റിങ്ങിൻ്റെ കാര്യമാണെങ്കിലും ഒരുപാട് ലൂസും ഒരുപാട് ടൈറ്റും അല്ലാത്ത രീതിയിൽ നിൽക്കുന്ന ഒരു സ്റ്റാൻഡേർഡ് ആയിട്ട് ഫോർമൽ ആയിട്ടുള്ള രീതിക്കുള്ള ഷർട്ട് യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. സ്കേർട്ട് അല്ലെങ്കിൽ ട്രൗസേഴ്സ് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ട്രൗസേഴ്സ് ഇൻ ദ സെൻസ് പാൻസ് ആണ് കേട്ടോ. വളരെ ഫോർമൽ ആൻഡ് നീറ്റ് ആയിട്ട് വളരെ ടൈറ്റ് ഒന്നും അല്ലാത്ത അത്യാവശ്യം കുറച്ച് ലൂസ് ആൻഡ് ഒരു ഫോർമൽ ടൈപ്പ് ഓഫ് ട്രൗസേഴ്സ് യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതുപോലെ ക്യാബിൻ ക്രൂ ഇൻ്റർവ്യൂസിനാണ് പോകുന്നുണ്ടെങ്കിലും കൂടുതൽ നല്ലത് സ്കേർട്ട് ആയിരിക്കും. കാരണം നമുക്ക് എന്തായാലും നീ ലെങ്ത് വരെ അവർ ചെക്ക് ചെയ്യും. സോ എപ്പോഴും സ്കേർട്ട് ഇടുന്നതായിരിക്കും നല്ലത്. ആൻഡ് സ്കേർട്ട് ആണെന്നുണ്ടെങ്കിലും വളരെ ഫോർമൽ ആയിട്ട് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ഒരു സ്കേർട്ട് യൂസ് ചെയ്യും. ബ്ലാക്കോ ബ്രൗൺ ബ്ലൂ അങ്ങനത്തെ നല്ല അത്യാവശ്യം സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള കളേഴ്സ് യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കാം. ഇനി ലെങ്ത്തിന്റെ കാര്യം പറയുമ്പോൾ നീ ലെങ്ത് ആയിട്ട് ഇരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതായത് ഒരുപാട് മുകളിലായിട്ടും ഒരുപാട് ഇറങ്ങിയും താഴെ ഒരുപാട് ലെങ്ത്തുമായിട്ടുള്ള രീതിക്ക് അല്ലാതെ അത്യാവശ്യം മിഡിലായിട്ട് നീല് നിൽക്കുന്ന രീതിക്കുള്ള സ്കേർട്ട് യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. സ്കേർട്ട് യൂസ് ചെയ്യുമ്പം എപ്പോഴും ഒരു സ്റ്റോക്കിങ്സ് ഇടാനായിട്ട് ശ്രമിക്കുക. അതും സ്കിൻ കളർ ആണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി നല്ലതായിരിക്കും. പിന്നെ അതിൽ ഇങ്ങനെ ത്രെഡ്സ് ഒന്നും പൊന്തി നിൽക്കാനോ അല്ലെങ്കിൽ അതിലിങ്ങനെ കീറാനോ ഒന്നും തന്നെ പാടില്ല. സോ വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള ഒരു സ്റ്റോക്കിങ്സ് യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഷൂസിൻ്റെ കാര്യം പറയുമ്പോഴും വളരെ ഫോർമൽ ആയിട്ടുള്ള ഹീൽസ് ഉള്ള ഒരു ഷൂസ് ഇടാനായിട്ട് ശ്രദ്ധിക്കുക. ഹീൽസ് എന്ന് പറയുമ്പം ഒരു 10 ഇഞ്ച് വരുന്ന പോയിന്റഡ് ഹീൽ ഒന്നും യൂസ് ചെയ്യാനല്ല ഉദ്ദേശിക്കുന്നത്. അത്യാവശ്യം ഒരു 2 ഇഞ്ചസ് എങ്കിലും വരുന്ന നല്ല ഒരു ബ്ലോക്ക് ഹീൽ ആണെങ്കിലും നമ്മൾ എങ്ങനെയാണോ കംഫർട്ടബിൾ ആ ഒരു രീതിയിൽ ഉള്ള ഹീൽസ് യൂസ് ചെയ്യാം. ഇൻ്റർവ്യൂവിന് പോകുന്ന ആ ഒരു ഡേ ആണ് നിങ്ങൾ ആദ്യമായിട്ട് ഹീൽസ് ഇടുന്നതെന്നുണ്ടെങ്കിൽ വളരെ ബുദ്ധിമുട്ടായിരിക്കും. സോ അതിന് മുൻപ് തന്നെ ചപ്പൽ വാങ്ങി വെച്ചിട്ട് ഷൂ വാങ്ങി വെച്ചിട്ട് അതിട്ട് നടന്ന് ഒന്ന് പ്രാക്ടീസ് ചെയ്യുക. ഹീൽസ് ഇടുമ്പോൾ തന്നെ നമ്മളുടെ ഫുൾ അറ്റയർ മാറും, നമ്മുടെ വാക്കിംഗ് സ്റ്റൈല് മാറും. സോ എപ്പോഴും നല്ല ഹീലുള്ള ഒരു ഷൂസ്, ഫോർമൽ ഷൂസ് വാങ്ങാനായിട്ട് ശ്രദ്ധിക്കുക. അതാണെന്നുണ്ടെങ്കിലും ബ്ലാക്ക് കളർ വാങ്ങുന്നതാണ് കൂടുതൽ നല്ലത്. നമ്മൾ ഫാൻസി ആയിട്ട് യൂസ് ചെയ്യുന്ന വൈറ്റ്, ഗ്രീൻ, റെഡ് അങ്ങനത്തെ കളറൊന്നും ഇടാതിരിക്കും. ഇനി ഹെയറിനെ കുറിച്ച് പറയാനാണെന്നുണ്ടെങ്കിൽ ഷോർട്ട് ഹെയർ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫ്രീ ഹെയർ ആയിട്ട് ഇടാം. പക്ഷെ അങ്ങനെ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നമ്മളുടെ ഹെയർ നമ്മളുടെ ഫേസിലോട്ടൊന്നും വരാനായിട്ട് പാടില്ല. ജസ്റ്റ് 2 ക്ലിപ്പ് വെച്ചിട്ട് അതിനെ സെക്യൂർ ചെയ്ത് വെക്കുക. ഒരുപാട് ക്ലിപ്പും കാര്യങ്ങളൊന്നും കുത്തി കയറ്റരുത്. അതുപോലെ തന്നെ നമുക്ക് ഹെയറിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് ഷോൾഡർ വരെ ഉണ്ടാകാൻ പാടുള്ളൂ. ഇങ്ങനെ ഓപ്പൺ ആക്കി ഇടുമ്പം പിന്നെ ഒരുപാട് ബേബി ഹെയർസ് ഒക്കെ പൊന്തി നിൽക്കാനായിട്ട് പാടില്ല. അതെല്ലാം നന്നായിട്ട് ഒതുക്കി വെച്ചിട്ട് വേണം പോകാനായിട്ട്. ഇനി നിങ്ങൾക്ക് ഒരു മീഡിയം ലെവലായിട്ട് ആണ് ഹെയർ ഉള്ളതെന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ പോണിറ്റെയിൽ കെട്ടാവുന്നതാണ്. അപ്പോഴും ഈ പറയുന്ന പോലെ നമ്മുടെ ബേബി ഹെയർസ് ഒന്നും പൊന്തി നിൽക്കാത്ത രീതിയിൽ വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് വേണം മുടി കെട്ടാനായിട്ട്. അത്യാവശ്യം ലെങ്ത് ഉള്ളവരാണെന്നുണ്ടെങ്കിൽ എപ്പോഴും ഒരു ഡോണറ്റ് ബൺ വെച്ചിട്ട് കെട്ടുന്നതായിരിക്കും നല്ലത്. അത് വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട്, പിന്നെ ഒരുപാട് താഴ്ത്തി അല്ലാതെ ഒരുപാട് പൊന്തി അല്ലാത്ത രീതിയിൽ മിഡിലായിട്ട് ഡോണറ്റ് ബൺ വെച്ചിട്ട് സെറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഹെയർ സ്റ്റൈലൊക്കെ യൂസ് ചെയ്യാം. പക്ഷെ ബേബി ഹെയർസ് ഒന്നും പൊന്തി നിൽക്കാത്ത രീതിയിൽ വേണം സെറ്റ് ചെയ്യാനായി. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അടുത്ത കാര്യമാണ് നെയിൽ. നിങ്ങളുടെ നെയിലും എപ്പോഴും ക്ലീൻ ആയിട്ട് ഇരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതായത് കൈയെല്ലാം വൃത്തികേടായിട്ട് നഖത്തിൽ അഴുക്കൊക്കെ ആയിട്ട് ഒരിക്കലും പോകരുത്. ഇപ്പോൾ നിങ്ങളുടെ 2 കൈയിലും ഈക്വൽ ലെങ്ത്തിൽ വേണം കട്ട് ചെയ്യാനായിട്ട്. ഇപ്പോൾ ഒരെണ്ണത്തിൽ കുറവാണെന്നുണ്ടെങ്കിൽ രണ്ടും സെയിം തന്നെ ലെങ്ത് ആക്കുക. അല്ലാതെ ലെഫ്റ്റ് ഹാൻഡിൽ നെയിൽ പോളിഷ് ഇട്ട് അത്യാവശ്യം നല്ല ലെങ്ത്തിൽ വളർത്തുകയും റൈറ്റ് ഹാൻഡിൽ നെയിൽ പോളിഷ് ഇടാതെ വളർത്താതെയും ഇരിക്കുന്നത് നല്ലതല്ല. സെയിം ആയിട്ട് ചെയ്യുക. ഇപ്പം നെയിൽ പോളിഷ് ഇട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ 2 കൈയിലും ഇടുക. ഇട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ 2 കൈയിലും ഇടണ്ട. ഇട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ കൈ വളരെ വൃത്തിക്ക് ഹൈജീൻ ആയിട്ട് കീപ്പ് ചെയ്യുക. നെയിൽ പോളിഷ് ഇടാണെന്നുണ്ടെങ്കിൽ തന്നെ ഒരു ന്യൂഡ് കളർ അല്ലെങ്കിൽ ഒരുപാട് ഭയങ്കര ബ്രൈറ്റ് ഫ്ലൂറസൻ കളേഴ്സ് ഒന്നും അല്ലാതെ
വൈറ്റ് കളറോ അല്ലെങ്കിൽ ഏതെങ്കിലും ന്യൂഡ് ഷെയ്ഡൊക്കെ ഇടുന്നതായിരിക്കും നല്ലത്. ആൻഡ് ഇടുമ്പം 2 കൈയിലും ഇടാനായിട്ട് ഓർമ്മിക്കുക. പിന്നെ ഫേസിലുള്ള ഓവറോൾ മേക്കപ്പിൻ്റെ കാര്യം പറയാനില്ലല്ലോ. അത്യാവശ്യം നല്ല ഭംഗിക്ക് ഗ്രൂമിങ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അത്യാവശ്യം നല്ല രീതിക്ക് ഗ്രൂമിങ് ചെയ്യാൻ എന്നതിൻ്റെ ഉദ്ദേശം ഒരുപാട് മേക്കപ്പ് ഇട്ട് കൊളാക്കുക എന്നല്ല. അത്യാവശ്യം ഒരു സ്റ്റാൻഡേർഡ് ഗ്രൂമിങ് ചെയ്യുക. ഇപ്പം ഐസ് ആണെന്നുണ്ടെങ്കിൽ ഐസിനെ മാത്രം ഹൈലൈറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ലിപ്സിൽ ഒരു ബ്രൈറ്റ് കളറാണ് കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ പിന്നെ ഐസ് ഒന്ന് ന്യൂഡാക്കിയിട്ട് ലിപ്സിൽ മാത്രം ഹൈലൈറ്റ് ചെയ്ത് ഒരു നല്ല കളർ ഇട്ട് കൊടുക്കാം. ഇനി ഒരു എക്സ്ട്രാ കാര്യം കൂടി പറയാം. യു വാണ്ട് ടു സ്മെൽ ഗുഡ്. സോ ഒരു നല്ല പെർഫ്യൂം യൂസ് ചെയ്യുക, അല്ലെങ്കിൽ ഒരു ഡിയോഡ്രൻറ്റ് എപ്പോഴും യൂസ് ചെയ്യുന്നത് നല്ലതായിരിക്കും. ഓവർ പവറിങ് ആയിട്ടുള്ള പെർഫ്യൂംസ് യൂസ് ചെയ്യാതെ നല്ല മൈൽഡ് ആയിട്ടുള്ള ഒരു സ്മെല്ലുള്ള പെർഫ്യൂംസ് യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. സോ ഒരു ഇൻ്റർവ്യൂവിന് പോകുമ്പം അതിപ്പോൾ ക്യാബിൻ ക്രൂ, ഗ്രൗണ്ട് സ്റ്റാഫ് എന്നില്ല, ഏതൊരു ഇൻ്റർവ്യൂവിന് പോകുമ്പം അത്യാവശ്യം വെൽ ഫോമൽ ആയിട്ട് പോകാനായിട്ട് ശ്രദ്ധിക്കുക. ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആവാനുള്ള സാധ്യതയുണ്ട്. സോ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെടാമെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കേണ്ട. ഓൾസോ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. എൻ്റെ ചാനൽ ഇഷ്ടപ്പെടാമെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് കൂടി ചെയ്യാം. ബൈ ബൈ.